വിശ്വാസനാടെ നോക്കി വേഗമോടിടാം, വേഗമോടിടാം, നാം വേഗമോടിടാം. വിശ്വാസനാടെ നോക്കി വേഗമോടിടാം, വേഗമോടിടാം, നാം വേഗമോടിടാം. നമുക്കിവിടെ നിലനിൽക്കും നഗരമില്ലല്ലോ, നമുക്കിവിടെ നിലനിൽക്കും വീടില്ലല്ലോ. നമുക്കിവിടെ നിലനിൽക്കും നഗരമില്ലല്ലോ, നമുക്കിവിടെ നിലനിൽക്കും വീടില്ലല്ലോ. നമ്മുടെ വീട് ആ നിത്യമാം വീട് വാനാലോകത്തില്. നമ്മുടെ വീട് ആ നിത്യമാം വീട് വാനാലോകത്തില്. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. സദൃശവാക്യങ്ങളുടെ പുസ്തകം 5-ാം അധ്യായം 5-ാമത്തെ വാക്യം നാം വായിക്കുന്നത് ഇപ്രകാരമാണ്: അവളുടെ കാലുകൾ മരണത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നു, അവളുടെ കാലടികൾ പാതാളത്തിലേക്ക് ഓടുന്നു എന്ന വചനമാണ്. നാശത്തിലേക്കും പരാജയത്തിലേക്കും കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ചില യാത്രകളെക്കുറിച്ചാണ് ഈ വാക്യം സൂചിപ്പിക്കുന്നത്. ജീവിതത്തിനകത്ത് നന്മയുടെയും ശ്രേഷ്ഠതയുടെയും ഒക്കെ അനുഭവത്തിൽ എത്തിച്ചേരുവാൻ വേണ്ടി ദൈവത്താൽ വിളിക്കപ്പെട്ടിട്ടുള്ള മനുഷ്യൻ ചില വഴികൾ തിരഞ്ഞെടുക്കുമ്പോൾ അശ്രദ്ധമായി തിരഞ്ഞെടുക്കുകയും ആ വഴികളിലൂടെ യാത്ര ചെയ്ത് വലിയ പരാജയത്തിലും നാശത്തിലും അവർ ചെന്നെത്തുകയും ചെയ്യുവാനിടയായിത്തീരുന്നു എന്നുള്ളതാണ്. നാം ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായത്തിലേക്ക് വന്നാൽ ദൈവത്തോടു കൂടെ വസിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്ന ലോത്തും തൻ്റെ കുടുംബവും ദൈവത്തെ സ്നേഹിക്കുന്നതിനേക്കാൾ ആഴമായി ലോകത്തെയും ലോകത്തിലുള്ളതിനെയും ഒക്കെ സ്നേഹിച്ചുകൊണ്ട് ആ നിലകളിൽ മുൻപോട്ട് പോകുവാനിടയായി. താൻ പാർക്കുന്ന ദേശത്തിന് വലിയ നാശം സംഭവിക്കപ്പെടുവാൻ പോകുമ്പോൾ അവരോട് സുരക്ഷിതമായൊരു സ്ഥലത്തേക്ക്, ഒരു മലയിലേക്ക്, ഒരു പർവ്വതത്തിലേക്ക് നിങ്ങൾ വേഗത്തിൽ ഓടിപ്പോകുക എന്ന് പറയുമ്പോൾ ലോത്ത് ദൈവത്തിൻ്റെ ദൂതനോട് പറയുന്നതായ വാക്കുകൾ 19-ാം അധ്യായത്തിനകത്ത് നാം വായിക്കുമ്പോൾ അവിടെ വരെ പോകുവാൻ എനിക്ക് പ്രാപ്തിയില്ലെന്നും എനിക്ക് ഓടിപ്പോകുവാൻ കഴിയുന്ന മറ്റൊരു സ്ഥലത്തേക്ക് എന്നെ പോകുവാൻ അനുവദിക്കണമെന്ന് പറയുമ്പോൾ പൊയ്ക്കൊള്ളുക എന്ന് പറഞ്ഞ് അയച്ചു എന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. എന്നാൽ ആ ചെന്ന് പ്രവേശിച്ചതായ ആ പർവ്വതം അവർക്ക് നന്മ നൽകിയ ഒരു സ്ഥലമായിരുന്നില്ല, അവർക്ക് സമാധാനം നൽകിയ ഒരു സ്ഥലമായിരുന്നില്ല. അവരുടെ കാൽ വെച്ച് അവർ മുൻപോട്ട് പോയത് ഏറ്റവും തകർന്നതായ ഒരു പശ്ചാത്തലത്തിൻ്റെ നടുവിലേക്കായിരുന്നു എന്നുള്ളതാണ് നമുക്ക് അതിൻ്റെ 30 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. ലോത്തും തൻ്റെ ഭാര്യയും മക്കളും രക്ഷപ്പെടുവാൻ വേണ്ടി ഓടിയെങ്കിലും ലോത്തിൻ്റെ ഭാര്യ തിരിഞ്ഞു നോക്കിയെന്ന് മാത്രമല്ല, ലോത്തും മക്കളും സോവാർ വിട്ട് പോവുകയും അവിടെ ഉണ്ടായിരുന്ന ഒരു ഗുഹയിൽ അവർ പാർക്കുവാനുമിടയായി തീർന്നു. അപ്പൻ വൃദ്ധനായ ശേഷം ജീവിതത്തിൻ്റെ തകർച്ചയുടെ വക്കിലേക്ക് കടന്നു പോകുന്നതായ ചരിത്രമാണ് പിന്നീടുള്ള ദൈവവചന ഭാഗങ്ങൾ നമുക്ക് കാണുവാനും ഗ്രഹിപ്പാനും കഴിയുന്നത് എന്നത് നാം മറന്നു പോകരുത്. ഇത് തന്നെയാണ് ജ്ഞാനിയായ ശലോമോൻ പറയുന്നത്: നിങ്ങളുടെ കാൽ വെച്ച് പോകുന്നത് മരണത്തിലേക്കും പാതാളത്തിലേക്കും നാശത്തിലേക്കും വിനകളിലേക്കും ആകരുത്. ഓരോ കാൽപാദങ്ങളും എടുത്തു വയ്ക്കുമ്പോൾ, ഓരോ യാത്രകളും തുടരുമ്പോൾ, ഓരോ കാര്യങ്ങളിലും ഇടപെടുമ്പോൾ അത് നമ്മെ നാശത്തിലേക്കാണോ അത് നമ്മെ നന്മയിലേക്കാണോ നയിക്കുന്നതെന്ന് സസൂക്ഷ്മം പരിശോധിച്ചുകൊണ്ട് മാത്രമേ നാം മുൻപോട്ട് പോകുവാൻ പാടുള്ളൂ എന്ന് നമ്മെ ആഴമായി ഓർമ്മപ്പെടുത്തുക തന്നെയാണ്. ആകയാൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നാം വളരെ ശ്രദ്ധാലുക്കളായി സൂക്ഷ്മതയുള്ളവരായി നമുക്ക് താൽക്കാലികമായി
ലഭിക്കുന്ന സന്തോഷത്തിനോ നമുക്ക് ചെന്നെത്തുവാൻ കഴിയുന്നതായോ ഒരു സ്ഥലം തിരഞ്ഞെടുക്കുകയല്ല. അതിനപ്പുറത്ത് ദൈവഹിതപ്രകാരം നിലനിൽക്കുന്ന നിത്യജീവനിൽ പ്രവേശിക്കുന്ന ഒരു യാത്രയായി നമ്മുടെ ജീവിതയാത്ര തീരേണ്ടതിന് നാം നമ്മെ സമർപ്പിക്കുന്നവരാകാം. അതിന് ദൈവം നമ്മെ ഏവരെയും സഹായിക്കട്ടെ. കരുണയുള്ള ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ മരണത്തിലേക്കും നാശത്തിലേക്കും പാതാളത്തിലേക്കുമൊക്കെ ഓടിയെടുക്കുന്നവരായി തീരുകയല്ല. ഞങ്ങൾ ജീവനിലേക്ക്, നിത്യജീവനിലേക്ക് ഓടിയെത്തുന്നവരായി തീരുവാൻ ഞങ്ങളുടെ കാലുകൾക്ക് ബലം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.